ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമനാണ്. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 20 പേർക്ക് വേണ്ടിയുള്ള അടപ്രഥമനാണ്. പകുതി ഉണ്ടാക്കണമെങ്കിൽ പകുതി ചേരുവകൾ മാത്രം ചേർത്താൽ മതി. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അരിയുടെ അടയാണ്. 600 ഗ്രാം അരിയുടെ അടയാണ്. അരിയുടെ അടയായിരിക്കും നല്ലത്, മൈദയുടെ അട ഒഴിവാക്കിയായിരിക്കും നല്ലത്. ഇത് ഞാൻ നല്ലതായിട്ട് ഒടിച്ചിട്ട് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലാണ് ഇടുന്നത്, അതാകുമ്പോൾ നല്ലതായിട്ട് വെന്ത് കിട്ടും. കുക്കറിലിട്ട് ഒരു വിസിൽ അടിക്കുമ്പോഴത്തേക്ക് നിർത്തിയിട്ട് നമുക്ക് എടുക്കാം. വെന്ത അട നല്ലതായിട്ടും തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. ശർക്കര എടുത്തിരിക്കുന്നത് 1 കിലോ 200 ഗ്രാമാണ്. അത് നല്ലതായിട്ടൊന്ന് ചൂടുവെള്ളത്തിലിട്ട് നല്ലതായിട്ട് അരിച്ച് മണ്ണൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എടുത്താണിത്. ശർക്കര നല്ലതായിട്ട് ചൂടായതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന അട അതിലേക്കിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കണം. നന്നായി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അതിലേക്ക് ഒരു 4 കപ്പ് തേങ്ങയുടെ 3/4 പാല് ചേർക്കാം. നല്ല ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അത് വീണ്ടും തിളച്ച് കുറുകി വരണം. അത് വീണ്ടും കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങയുടെ 2/2 പാൽ 3 കപ്പ് ചേർക്കാം. വീണ്ടും നന്നായി തിളച്ച് കുറുകി വരണം. അതിലേക്ക് 2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, 1.5 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 3 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഇതെല്ലാം കൂടെ നന്നായി ശകലം തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ അത് കട്ട കെട്ടാതെ നല്ലതായിട്ട് മിക്സായി വരും. അതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് നല്ലതായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് 3 കപ്പ് 1/4 പാല് ചേർക്കാം. 1/4 പാല് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ അടപ്രഥമൻ തിളയ്ക്കാതെ നോക്കണം. നല്ലതായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള കശുവണ്ടിയും മുന്തിരിയൊക്കെ നമുക്ക് വറുത്തിടാം. പാൻ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിക്കാം.
ഇതിലേക്ക് ഞാൻ ഒരു ശകലം തേങ്ങാക്കൊത്ത് എടുത്ത് വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് അത് കൂടുതൽ ചേർക്കാം. എടുത്തിരിക്കുന്നത് 3/4 കപ്പ് കശുവണ്ടിയാണ്. അത് നമുക്കൊന്ന് നല്ലതായിട്ട് വറുത്തെടുക്കാം. ഇവിടെ 3/4 കപ്പ് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഗോൾഡൻ കളർ മുന്തിരി എടുത്തിട്ടുണ്ട്, കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ പ്രഥമനിലേക്ക് ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം നമുക്കത് വിളമ്പാം.